നമസ്കാരം. കാനഡയെക്കുറിച്ച് നമുക്കറിയാം. കാനഡ ഇപ്പോൾ ഖാലിസ്ഥാൻവാദികളുടെ ഒരു ഇടത്താവളമാണ്. അവിടെ നിന്നുകൊണ്ട് ഖാലിസ്ഥാൻവാദികൾ ഇന്ത്യക്കെതിരെ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ തുടരുന്നു. അവിടെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ലോക ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനകം തന്നെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യ അവർക്കെതിരെ ചില നീക്കങ്ങളും ഉപരോധങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ കാനഡ മറ്റൊരു വിഷയത്തിൽ ലോക ശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ നേടുകയാണ്. സംഭവം ഇതാണ്. ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി. ഉഭയകക്ഷി വിഷയങ്ങളാണ് ഇതിൽ ചർച്ചയായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത കുടിയേറ്റവും നികുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതായത് 25% നികുതി കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ചുമത്തും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കാനഡ US-ന്റെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കാനഡയെ അറിയിച്ചിരിക്കുന്നത്. ജനുവരി 20-നകം നിലപാട് വ്യക്തമാക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ US-ന്റെ 51ാം സംസ്ഥാനമാവാം എന്ന നിലപാടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. അതായത് കാനഡയെ അമേരിക്ക പിടിച്ച് കീഴടക്കാനുള്ള ചില പദ്ധതികൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിലുണ്ട് എന്നത് വ്യക്തമാണ്. 51ാം സംസ്ഥാനമാക്കി കാനഡയെ മാറ്റുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ട്രൂഡോയ്ക്ക് അവിടെ ഗവർണർ ആവാം എന്നും ഒരു തമാശ രൂപേണെ ട്രംപ് പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കാനഡ ആകെ പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റിന്റെ നീക്കം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാനഡയ്ക്ക് ഇത്രത്തോളം 25% നികുതി കൂട്ടിയാൽ അത് നൽകാനാവുന്ന സ്ഥിതിയിലല്ല ഇപ്പോൾ കാനഡയുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പുതിയ പ്രസിഡന്റിന്റെ നീക്കം എങ്ങനെയാവും എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.